ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു പവർഫുൾ ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരുപാട് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള, അതുപോലെ തന്നെ എനിക്കും ഫേവറേറ്റ് ആയിട്ടുള്ള സ്പൈഡർമാൻ്റെ ഒരു കിടുക്കാച്ചി മൂവി ആയിട്ടാണ്. സ്പൈഡർമാൻ 1 എന്ന് പറയുന്ന ഈ ഒരു സിനിമയ്ക്ക് ഒരുപാട് ഫാൻസ് ഫോളോവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഈ ഒരു സിനിമ ഒരുപാട് ഫേവറേറ്റ് ആണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ മൂവിയിലേക്ക് പോകാം. മൂവിയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഞാൻ എപ്പോഴും തന്നെ പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കഥയിലേക്ക് കടന്നു ചെല്ലാം. ഈ ഒരു അടിപൊളി മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണുന്നത് അമേരിക്കയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ കൂടെ ഇപ്പൊ ഒരു സ്കൂൾ ബസ് വളരെ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്കൂൾ ബസ്സിൽ അവിടെ ഒരുപാട് കുട്ടികളുണ്ട്. അതിലിവിടെ കാണിക്കുന്ന ഒരു പെൺകുട്ടിയാണ് മേരി ജെയിൻ. അവളാണ് നമ്മുടെ സ്പൈഡർമാന്റെ ഇഷ്ടപ്പെട്ട കാമുകി. എന്നാൽ അവൾക്കാവട്ടെ അവിടെ വേറൊരു കാമുകൻ കൂടെ ഉണ്ട്. എന്നാൽ അതിനടുത്തായിട്ട് ഒരു പിസ്സ കാഴ്ചയുണ്ടെന്ന് തടീനെ കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവൻ ഒരു തീറ്റഭ്രാന്തനാണ്. എന്നാൽ ഇവരാരുമല്ല നമ്മുടെ കഥാനായകൻ. നമ്മുടെ കഥാനായകൻ ഇപ്പൊ എവിടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഥാനായകനായ പീറ്റർ ആവട്ടെ ഇപ്പൊ ആ ഒരു ബസ്സിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ നമ്മുടെ മേരി പറയുകയാണ് ഡ്രൈവറിന്റെ അടുത്ത്, എത്ര നേരമായിട്ട് അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ആ വണ്ടി നിർത്തി അവനെ കൂടി ഇതിൽ കയറ്റിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട ഉടൻ തന്നെ ഡ്രൈവർ വണ്ടി നിർത്തുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ കഥാനായകനായിട്ട് പീറ്റർ ആ ഒരു ബസ്സിലേക്ക് പ്രവേശിക്കുന്നു. ആർക്കും നമ്മുടെ പീറ്ററിനെ ഒട്ടും തന്നെ ഇഷ്ടമല്ല. എല്ലാവരും അവനെ നോക്കിയിട്ട് മുഖം മറയ്ക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അവൻ വളരെ സന്തോഷത്തോടെ മേരിയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴും മേരിയും അവനെ മൈൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കില്ല. എന്നാൽ അവൻ ബസ്സിന്റെ ബാക്കോടേക്ക് പോകുന്ന സമയത്ത് ഒരാൾ അവനെ ഇടങ്കാൽ വെച്ച് വീഴ്ത്തുകയും അവൻ ആ ബസ്സിൽ വീഴുകയും ചെയ്യുകയാണ്. ഇത് കണ്ടിട്ട് ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാ കുട്ടികളും അവനെ നോക്കി പരിഹസിച്ച് ചിരിക്കുകയാണ്. മേരിക്ക് ഇതൊന്നും അത്ര അങ്ങോട്ടേക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അവരിപ്പോ പോകുന്നത് ഒരു സ്റ്റഡി ടൂറിന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു ലാബിലേക്കാണ് അവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒടുവിൽ അവർ ആ എക്സിബിഷൻ നടക്കുന്ന ലാബിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ വെച്ച് അവനെ ആരും തന്നെ കൂടെ കൂട്ടുന്നതായിട്ട് കാണാനേ സാധിക്കുന്നില്ല. അവന് മേരിയെ ഒരുപാട് ഇഷ്ടമാണെങ്കിലും അവന്റെ ഉള്ളിലെ ഭയം കൊണ്ട് അവനത് തുറന്നു പറയാനേ സാധിക്കുന്നില്ല. ഈ സമയത്ത് തന്നെയാണ് ബെൻസ് കാറിൽ വളരെയധികം റിച്ച് ആയിട്ടുള്ള ഒരാൾ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ പീറ്ററിന്റെ ഏക ഫ്രണ്ട് ആയിട്ടുള്ള വളരെയധികം പണക്കാരനായിട്ടുള്ള ഹാരി ആയിരുന്നു. ഹാരി ആവട്ടെ ഉടൻ തന്നെ പീറ്ററിനെ വിളിക്കുകയും നമുക്ക് ഒരുമിച്ച് പോകാം നിൽക്കുക പറഞ്ഞിട്ട് പീറ്ററിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ നമ്മുടെ ഹാരിയുടെ ബാഗ് ആ ഒരു കാറിൽ വെച്ച് മറന്നു പോയതിനെ തുടർന്ന് അവന്റെ അച്ഛൻ ആ ഒരു ബാഗുമായി അവനെ പിന്തുടർന്ന് അവന്റെ അടുത്തേക്ക് വരികയാണ്. ഈ സമയത്ത് ഹാരി ആവട്ടെ അവരെ രണ്ടുപേരെയും പരസ്പരം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നാൽ ഉടൻ തന്നെ പീറ്റർ പറയുകയാണ്, എനിക്ക് ഇദ്ദേഹത്തെ അറിയാം, ഇദ്ദേഹത്തിന്റെ റിസർച്ച് ഒക്കെ വളരെയധികം മഹത്തായതാണെന്ന് പറയുകയാണ്. അച്ഛൻ്റെ അടുത്ത് ഹാരി ആവട്ടെ പീറ്ററിന്റെ അക്കാദമിക് പെർഫോമൻസിനെ കുറിച്ച് നല്ല രീതിയിൽ പറയുകയാണ്. അതിനുശേഷം പീറ്ററും അതുപോലെ തന്നെ നമ്മുടെ ഹാരിയുടെ ഫാദറും പരസ്പരം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയാണ്. പിന്നീട് അവർ രണ്ടുപേരും ബാക്കിയുള്ള സ്റ്റുഡൻസ് എല്ലാവരും ചേർന്ന് ആ ഒരു റിസർച്ച് സെന്ററിലേക്ക് കടന്നു ചെല്ലുകയാണ്. മേരിയുടെ കൂടെ ഉള്ളയാള് മേരിയുടെ നല്ല രീതിയിൽ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മളെ ഹാരിയും അതുപോലെ തന്നെ പീറ്ററും ഇപ്പൊ ആ ഒരു ലാബിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹാരിക്ക് ആ ഒരു ലാബിൽ കണ്ടൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ പീറ്ററിനാവട്ടെ അവന് സയൻസ് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന എക്യുപ്മെന്റ്സും അതുപോലെ തന്നെ മെറ്റീരിയൽസ് എല്ലാം തന്നെ അവന് ഒരുപാട് ആകാംക്ഷ ഉണർത്തുന്നതായിരുന്നു. എന്നാൽ ഈ സമയം അവിടെ ഉണ്ടായിരുന്ന ടീച്ചർ ആവട്ടെ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ഒരുപാട് സ്പൈഡേഴ്സിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ ഒരു സ്പൈഡറിന് ഒരുപാട് ദൂരത്തിൽ ജമ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ഒരു സ്പൈഡറിനാവട്ടെ വലിയ വെയിറ്റ് ഒക്കെ അതിന്റെ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഉയർത്താനാവുമെന്നൊക്കെ ആ ടീച്ചർ ഇപ്പോൾ അവർക്ക് എല്ലാവർക്കുമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് വളരെയധികം ആങ്സൈറ്റഡ് ആയിട്ടുള്ള പീറ്റർ ആവട്ടെ അവന്റെ കയ്യിലുള്ള ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇതിന് കുറച്ച് പിക്സ് എടുത്തോടെന്ന് ചോദിക്കുകയാണ്. ഷുവർ, തീർച്ചയായിട്ടും നിനക്ക് അതിന് സാധിക്കുമെന്ന് ടീച്ചർ അവനോട് മറുപടി പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പീറ്റർ ഫോട്ടോ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവന്റെ ഫ്രണ്ട്സ് അവനെ കളിയാക്കുകയും തട്ടിയിടാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ആ ഒരു കൂട്ടത്തിൽ ഫ്ലാഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ പീറ്ററിനെ നല്ല രീതിയിൽ ഉപദ്രവിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഹാരി പറയുകയാണ്, ദൈവത്തെ ഓർത്ത് അവനെ വെറുതെ വിടണം, അവന്റെ പാട്ടിന് പൊക്കോടെന്ന് പറയുന്നുണ്ടെങ്കിലും ഫ്ലാഷ് ഇപ്പൊ ഹാരിയുടെ ദേഹത്തേക്ക് തട്ടിക്കയറുകയാണ്. നീ അവനെ വെറുതെ വിടില്ലെങ്കിൽ നീ എന്നെ എന്താ ചെയ്യുക, നീ നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ എന്നെ കൊണ്ട് പോലീസിനെ പിടിപ്പിക്കുമെന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ ഹാരി ആവട്ടെ ഇതിനൊന്നും തന്നെ മറുപടി പറയുന്നില്ല. കാരണം ഫ്ലാഷ് ഒരു ആചാനുബാഹുവായിരുന്നു. എന്നാൽ പിന്നീടാവട്ടെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ടീച്ചർ അവർക്ക് മറ്റു ചില സ്പൈഡറിനെ കൂടെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇനിയാണ് ഈ ഒരു കഥയിലെ തന്നെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് സംഭവിക്കാനായിട്ട് പോകുന്നത്. അതായത് ഇപ്പൊ ടീച്ചറെ കുറച്ച് ചിലന്തികളെ കാണിച്ചിട്ട് പറയുകയാണ്, ഈ ഒരു കൂടിൽ കിടക്കുന്ന 15 ചിലന്തികളും ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആണ്. ഇവയ്ക്ക് എല്ലാ ചിലന്തികളുടെയും പവർ ഉണ്ടെന്ന് കൂടെ പറയുകയാണ്. ഉടൻ തന്നെ മേരി ജെയിൻ ആവട്ടെ ആ ഒരു സ്പൈഡേഴ്സ് എല്ലാം തന്നെ എണ്ണാനായിട്ട് ആരംഭിക്കുകയാണ്.
ഇതിൽ 14 എണ്ണമല്ലേ ഉള്ളൂ, നിങ്ങൾ എന്തിനാണ് പിന്നെ 15 എണ്ണം എന്ന് പറഞ്ഞു എന്ന് ടീച്ചറിന്റെ അടുത്ത് ചോദിക്കുകയാണ്. ഓ ക്ഷമിക്കണം, എനിക്ക് തെറ്റ് പറ്റിയതാണ്, ഇതിൽ 14 എണ്ണമേ ഉള്ളൂ എന്ന് അവർ പിന്നീട് തിരുത്തി പറയുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അത്തരത്തിൽ 15 സ്പൈഡേഴ്സ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം മാത്രം എങ്ങനെയോ പുറത്തു കിടക്കുകയും അത് ആ ഒരു ബിൽഡിങ്ങിന് മുകളിൽ ഒരു കൂട് കെട്ടി അവിടെ പാർക്കുകയും ചെയ്യുകയാണ്. ആ ഒരു സ്പൈഡർ ആവട്ടെ പെട്ടെന്ന് തന്നെ ആ ഒരു നെറ്റിലൂടെ താഴേക്ക് ഇഴഞ്ഞു വന്ന് ഫോട്ടോ എടുക്കുന്ന നമ്മുടെ പീറ്ററിന്റെ കയ്യിലേക്ക് പതിയെ വന്നിരിക്കുകയാണ്. പിന്നീടാവട്ടെ അവന്റെ കയ്യിൽ ഒരു കടി കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഉടനെ പീറ്ററിന് ഒരുപാട് വേദനിക്കുകയും അവൻ അവന്റെ കൈ കുടഞ്ഞു കളയുകയും ചെയ്യുകയാണ്. പെട്ടെന്ന് ആ ഒരു ചിലന്തി അവിടെ നിന്ന് തെറിച്ച് താഴേക്ക് വീഴുന്നു. ഒരു ചിലന്തിയാണ് തന്നെ കടിച്ചതെന്ന് പീറ്ററിന് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ അവന്റെ കൈയുടെ വേദന അവന് സഹിക്കാനേ സാധിക്കുന്നില്ല. പിന്നീട് അവൻ അവിടെയുള്ള ഒരു മോൺസ്റ്റർ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവിടെ മനുഷ്യന്റെ DNA-യിൽ എന്തൊക്കെയോ പരിണാമങ്ങൾ വരുന്നതായിട്ടാണ്. ഇതിനുശേഷം കാണിക്കുന്നത് മറ്റൊരു സീനാണ്. ഇവിടെ കാണിക്കുന്നത് ഹാരിയുടെ അച്ഛന്റെ റിസർച്ച് സെന്റർ ആണ്. ഓസ്ബോണിന്റെ റിസർച്ച് ഓർഗനൈസേഷൻ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ആവട്ടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് ഒരു സെൽഫ് ജെറ്റിൽ പറക്കാനായിട്ട് സാധിക്കുന്നു. അത്തരത്തിലുള്ള ചില പരീക്ഷണങ്ങളാണ് ആ ഒരു ലാബിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓസ്ബോർഡിന്റെയും ടീമിന്റെയും പുതിയൊരു കണ്ടുപിടുത്തമാണ് ഈ ഒരു ജെറ്റ്. ഇതിന്റെ പേരാണ് ഗ്ലൈഡർ. ഈ ഒരു ഗ്ലൈഡർ ഉപയോഗിക്കുമ്പോഴുന്ന സ്യൂട്ടിന്റെ പേരാണ് ഗ്ലൈഡർ സ്യൂട്ട്. ഓസ്ബോർഡ് ഇത് കണ്ടുപിടിച്ചത് സൈന്യത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഈ ഒരു കണ്ടുപിടുത്തമൊക്കെ വളരെയധികം മഹത്തായി തന്നെ. പക്ഷെ എനിക്ക് ആവശ്യമായ കണ്ടുപിടുത്തം എന്തായെന്ന് ഇപ്പൊ അങ്ങോട്ടേക്ക് ജനറൽ ചോദിക്കുകയാണ്. അതായത് മനുഷ്യന്റെ കായിക ശേഷിയും അതുപോലെ തന്നെ എനർജിയും വർദ്ധിപ്പിക്കുന്ന ആ ഒരു കണ്ടുപിടുത്തം നിങ്ങൾ എവിടെ വരെയായി എന്നൊക്കെ ചോദിക്കുകയാണ്. വളരെ സന്തോഷവാനായി അതുപോലെ തന്നെ പ്ലസന്റ് ഫേസുമായിട്ട് അങ്ങോട്ടേക്ക് ഓസ്ബാൻ കടന്നു വരികയാണ്. എന്നാൽ ഇപ്പോൾ അവിടെ ജനറലും അതുപോലെ തന്നെ ഒരുപാട് മിലിറ്ററിക്കാരും ഡോക്ടേഴ്സും ഓസ്ബാൻ അസിസ്റ്റൻസും എല്ലാവരും തന്നെ ഉണ്ട്. ജനറൽ ആവട്ടെ ഞാൻ പറഞ്ഞ ആ ഒരു മെഡിസിന്റെ കാര്യം എന്തായെന്ന് ഇപ്പോൾ ഓസ്ബാൻ എടുത്ത് ചോദിക്കുകയാണ്. അതിന്റെ വർക്ക് ഓൾമോസ്റ്റ് തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. ഉടൻ തന്നെ അതിന്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുമെന്നൂടെ അദ്ദേഹം ഇവിടെ പറയുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഓസ്ബാനിലെ അസിസ്റ്റന്റ് പറയുകയാണ്, പക്ഷെ അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഈ ഒരു മെഡിസിൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു സൈഡ് എഫക്ഷൻ കൂടിയുണ്ട്. അതായത് ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഭ്രാന്തമായിട്ട് അല്ലെങ്കിൽ വളരെ അഗ്രസീവായിട്ടൊക്കെ പെരുമാറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്ന് ജനറലിനടുത്ത് പറയുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ജനറൽ അവിടെ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. അങ്ങനൊന്നുമില്ല, ഞങ്ങൾ ചെയ്ത ഒരേ ഒരു മൃഗത്തിൽ മാത്രമേ അത്തരത്തിലുള്ള ചില സിംറ്റംസ് ഞങ്ങൾ കണ്ടുള്ളൂ. അത് വലിയ പ്രശ്നമൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് വളരെ ധൈര്യമായിട്ട് തന്നെ ഇത് മനുഷ്യരിൽ പരീക്ഷിക്കാമെന്ന് ഓസ്ബോണ്ട് ഇവിടെ ജനറലിന് വാക്ക് കൊടുക്കുകയാണ്. ഡോക്ടർ സ്റ്റോം ആവട്ടെ നമുക്ക് ഒന്നുകൂടെ ആദ്യം മുതലേ റിസർച്ച് ഒന്നും ചെയ്താലോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ജനറൽ പറയുകയാണ്, ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ പരീക്ഷണം തീർത്തിട്ടില്ല എങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന എല്ലാ തരത്തിലുള്ള ധനസഹായവും ഞാൻ മറ്റേ കമ്പനിക്ക് കൊടുക്കുമെന്ന് പറയുകയാണ്. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് മടങ്ങി പോവുകയാണ്. ഓസ്ബോണിനാവട്ടെ ഇതിനെ തുടർന്ന് വളരെയധികം സങ്കടമാവുകയും അതുപോലെ തന്നെ ഡോക്ടർ സ്റ്റോമിനോട് ചെറിയൊരു ദേഷ്യം വരികയും ചെയ്യുകയാണ്. ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ പീറ്ററിന്റെ അങ്കിളിനെയും ആന്റിയുമാണ്. പീറ്റർ ഇപ്പോൾ ജീവിക്കുന്നത് അവന്റെ അങ്കിളിന്റെയും ആന്റിയുടെയും കൂടെയാണ്. പീറ്റർ ഇതാ ഉടൻ തന്നെ വീട്ടിലേക്ക് കയറി വരികയാണ്. പീറ്ററിനെ കണ്ട ഉടൻ തന്നെ അവന്റെ അങ്കിളും ആന്റിയും അവനെ ഫുഡ് കഴിക്കാനായി വിളിക്കുകയാണ്. എനിക്കിപ്പോൾ തീരെ വയ്യ, വിശക്കുന്നതേ ഇല്ല, അതുകൊണ്ട് ഞാനൊരു അല്പസമയം വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ മുകളിലേക്ക് അവന്റെ മുറി ലക്ഷ്യമായി പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് അവന്റെ അങ്കിളിനും ആന്റിക്കും ഒരുപാട് വിഷമമാവുകയാണ്. കാരണം അവന്റെ അങ്കിളിനും ആന്റിക്കും അവനെ അത്രയധികം ഇഷ്ടമാണ്. പീറ്റർ ആവട്ടെ മുകളിൽ റൂമിൽ ചെന്നതിന് ശേഷം അവന്റെ ഷർട്ടൊക്കെ അഴിച്ചു മാറ്റി അവിടെ ഇരിക്കുകയാണ്. അവനാവട്ടെ അവന്റെ കണ്ണാടിയുടെ സഹായമില്ലാതെ ഒന്നും തന്നെ അത്ര പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കുകയില്ല. അതുമാത്രമല്ല മെലിഞ്ഞൊട്ടിയ ഒരു ശരീരമായിരുന്നു അവന്റേത്. അവൻ വളരെ ക്ഷീണിതനായിട്ട് അവിടെ കിടക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. കിടക്കുന്നതിന് മുൻപ് തന്നെ അവനിപ്പോൾ തളർന്ന് ആ ഒരു ഫ്ലോറിലേക്ക് വീഴുകയാണ്. അതിനുശേഷം ആ ഒരു പുതപ്പെടുത്ത് അവൻ അവന്റെ ബോഡിയിൽ തന്നെ ഇടുകയും അവനിപ്പോൾ മയക്കത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണ്. അവന്റെ ബോഡിയിൽ ഇപ്പോൾ ഒരു തരത്തിലുള്ള പ്രക്രിയകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ജനറ്റിക്കൽ മ്യൂട്ടേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ശരീരത്തിൽ അവരുടേതായിട്ടുള്ള ഒരു DNA കാണാൻ വേണ്ടി സാധിക്കും. അതാണ് അവരുടെ ക്യാരക്ടറും അതുപോലെ തന്നെ അവരുടെ ബോഡിയും സ്വഭാവവും എല്ലാം തന്നെ നിയന്ത്രിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആ ഒരു എട്ടുകാലി കടിച്ചതിനെ തുടർന്ന് ആ എട്ടുകാലിയുടെ DNA-യും അതുപോലെ തന്നെ നമ്മുടെ പീറ്ററിന്റെ DNA തമ്മിൽ മിക്സ് ആയിട്ട് അവിടെ ഒരു പ്രത്യേക തരം ഒരു DNA ഉരുത്തിരിഞ്ഞു വരികയാണ്. മാത്രമല്ല പീറ്ററിന് വളരെയധികം അസ്വസ്ഥതയും അതുപോലെ തന്നെ വേദനയും എന്തൊക്കെയോ ഫീൽ ചെയ്യുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഓസ്ബോണ്ടിന്റെ ആ ഒരു ലാബിൽ ഇപ്പോൾ ഓസ്ബോണ്ടും അതുപോലെ തന്നെ ഡോക്ടർ സ്റ്റോമും ചേർന്ന് എന്തൊക്കെയോ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ കാര്യമായ ചില കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാർ, നിങ്ങൾ ഇത് ഒരിക്കലും തന്നെ ചെയ്യരുത്. ഇതിപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് സ്റ്റോം ഇപ്പോൾ ഓസ്ബോണ്ട് എടുത്ത് പറയുകയാണ്. ഇല്ല, ഇനി ആർക്കു വേണ്ടിയും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാവില്ല, എനിക്കിത് ചെയ്തേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോൾ ആ ഒരു എക്സ്പെരിമെന്റ് സ്വന്തമായി തന്നെ ചെയ്യാൻ തുടങ്ങുകയാണ്. അതിനായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച ആ ഒരു സിറം എടുത്ത് അദ്ദേഹം തന്നെ കുടിക്കുകയും പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചില്ല് ബോക്സിനുള്ളിൽ കടന്നു ചെല്ലുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കിടക്കുകയും ചെയ്യുകയാണ്.
പിന്നീടുള്ള ബാക്കി പ്രക്രിയയ്ക്ക് നമ്മുടെ സ്റ്റോമിന് നിർദ്ദേശം കൊടുത്തതിന് ശേഷം സ്റ്റോം ആവട്ടെ അദ്ദേഹത്തിന് അതിനായിട്ട് സജ്ജനാക്കുകയും ആ ഒരു ഗ്ലാസ് ഷീറ്റിലേക്ക് കയറ്റുകയും ചെയ്യുകയാണ്. പിന്നീട് അതെല്ലാം തന്നെ അടച്ചതിന് ശേഷം ആ ഒരു പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. എക്സ്പെരിമെന്റിന്റെ തുടക്കത്തില് സ്റ്റോം ആവട്ടെ ഓസ്ബോൺ നിൽക്കുന്ന ആ ഒരു ഫ്രെയിമിന്റെ അടിയിൽ നിന്ന് ഒരു തരത്തിലുള്ള പച്ച കളറുള്ള വാതകം അകത്തേക്ക് കടത്തിവിടുകയാണ്. ആ ഒരു വാതകം അദ്ദേഹം ശ്വസിക്കുന്നതിലൂടെ അദ്ദേഹം വളരെയധികം ഡിസ്റ്റർബ്ഡ് ആവുകയും അദ്ദേഹം വളരെയധികം ഷിവർ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ട് വളരെയധികം ഭയചിക്തനായിട്ടുള്ള നമ്മുടെ സ്റ്റോം ആവട്ടെ ആ മെഷീൻസ് എല്ലാം തന്നെ ഓഫ് ചെയ്യുകയും അതിനുശേഷം തന്നെ ഉറ്റ സുഹൃത്തിന് എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷയിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഫ്രെയിമിന്റെ അടുത്തേക്ക് വരികയും അതിന്റെ ഡോർ തുറന്ന് അതിന്റെ അകത്തേക്ക് കയറുകയാണ്. പിന്നീട് ഒരുപാട് തരത്തിൽ കൊട്ടിയും വിളിച്ചും ഒക്കെ തന്നെ തന്റെ സുഹൃത്തിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം അനങ്ങുന്നതേ ഇല്ല. അതിനുശേഷം നമ്മുടെ സ്റ്റോം ആവട്ടെ പെട്ടെന്നൊന്ന് ECG മെഷീനിൽ നോക്കുമ്പോഴാണ് ആ ഒരു കാഴ്ച കാണാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. പെട്ടെന്ന് തന്നെ ആ ഒരു ECG മെഷീനിലെ റീഡിംഗ് കാണിക്കുകയും അതുപോലെ തന്നെ ഓസ്ബോണിന് ബോധം വരികയും ചെയ്യുകയാണ്. ഉടൻ തന്നെ ഓസ്ബോൺ ആവട്ടെ സ്റ്റോമിനെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുകയും നമുക്ക് ഈ എക്സ്പെരിമെന്റ് ആദ്യം മുതൽ തുടങ്ങേണ്ടി വരുമല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം ഡോക്ടർ സ്റ്റോമിനെ എടുത്തെറിയുകയും കൂടെ ചെയ്യുകയാണ്. ഇപ്പൊ നമ്മുടെ ഓസ്ബോണിന് ഒരുപാട് പവർ ലഭിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല ആ ഒരു മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടുള്ള അഗ്രസീവ് ആവുന്ന ആ ഒരു നേച്ചറും അദ്ദേഹത്തിന് ഇപ്പൊ ലഭിച്ചിരിക്കുന്നു. ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ആ ഒരു മിഷൻ സക്സസ് ആവുകയും അതുപോലെ തന്നെ അതിന്റെ സൈഡ് എഫക്ട്സും അദ്ദേഹത്തിൽ അഫക്ട് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കഥാനായകനെയാണ്. കഥാനായകൻ ഇപ്പൊ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ടാണ് ഉള്ളത്. അവൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ ആദ്യം തന്നെ ചെയ്യുന്നത് അവന്റെ കണ്ണാടി എടുത്ത് കണ്ണിൽ വെക്കുകയാണ് ചെയ്യുക. എന്നാൽ ഇപ്പോൾ കണ്ണാടി വെക്കുമ്പോൾ അവന് കാണാനായിട്ട് സാധിക്കുന്നില്ല. കണ്ണാടി ഊരി മാറ്റുമ്പോഴാണ് അവന് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. അവൻ ഇപ്പോൾ പണ്ടത്തെ പോലെ തന്നെ വളരെ വ്യക്തമായിട്ട് എല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കുകയാണ്. അതുമാത്രമല്ല അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവന്റെ മെലിഞ്ഞൊട്ടിയ ശരീരം ഇപ്പോൾ വികസിക്കുകയും ഒരു ആരോഗ്യമുള്ള ശരീരമായി മാറുകയും ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല നല്ല മസിൽസ് വരികയും അതുപോലെ നല്ല പവർഫുൾ ബോഡി ആയിട്ട് മാറിയിരിക്കുന്നു. ഇത് കണ്ടിട്ട് അവന് വളരെയധികം ആശ്ചര്യം തോന്നുകയാണ്. എന്നാൽ ഈ സമയത്ത് തന്നെയാണ് ജനലിൽ തന്റെ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള തന്റെ പ്രിയതമയായിട്ട് മേരിയെ കാണാനിടയാവുന്നത്. അവൾ ഉടൻ തന്നെ റെഡിയായി കോളേജിൽ പോകാനായുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് കണ്ട് പീറ്റർ ആവട്ടെ പീറ്ററും പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി കോളേജിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ്. അതിനുശേഷം അവൾ അറിയാതെ അവളെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മുടെ പീറ്റർ. ഇവിടെ പീറ്ററിന് ഇപ്പോൾ എവിടെ നിന്നൊക്കെ ഒരുപാട് ശക്തി ലഭിച്ചതുപോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ സ്നേഹം അത് എത്രയും പെട്ടെന്ന് മേരിയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവനിപ്പോൾ അവളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതേ സമയത്ത് തന്നെ മേരിക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു കാറുകാരൻ ലിഫ്റ്റ് കൊടുക്കുകയും അവൾ ആ കാറിൽ കയറി കോളേജിലേക്ക് പോവുകയും ചെയ്യുകയാണ്. ഇതേ സമയത്ത് തന്നെ അവരുടെ കോളേജ് ബസ് നമ്മുടെ പീറ്ററിന്റെ മുൻപിലൂടെ കടന്നു പോകുന്നു. പീറ്റർ ആവട്ടെ ആ ഒരു കോളേജ് ബസ്സിന് പിടിക്കാനായിട്ട് അതിന്റെ കൂടെ തന്നെ ഓടുകയാണ്. ഇപ്പോഴവന് പഴയതിനെ കഴിഞ്ഞും വളരെ മികച്ച രീതിയിൽ ഓടാനും അതുപോലെ തന്നെ ആ ഒരു കോളേജ് ബസ്സിന്റെ ഒപ്പം തന്നെ ഓടിയിട്ട് അതിനെ അടിച്ചടിച്ച് നിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ ഒരു കോളേജ് ബസ്സിൽ ഒട്ടിച്ചിരുന്ന സ്റ്റിക്കർ അവന്റെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് അത് മുഴുവനായും തന്നെ ഇളകി അവന്റെ കയ്യിലേക്ക് വരുന്നു. അത് ഇളക്കി കളയാനായിട്ട് നമ്മുടെ പീറ്റർ ഇവിടെ ഒരുപാട് കഷ്ടപ്പെടുകയാണ്. അടുത്ത സീനിലാവട്ടെ പീറ്ററിന്റെ ഫ്രണ്ടായുള്ള ഹാരി ആവട്ടെ അവന്റെ അച്ഛന്റെ ലാബിലേക്ക് കടന്നു ചെല്ലുകയാണ്. അച്ഛനെ അവിടെ ഫ്ലോറിൽ ബോധം കെട്ട് കിടക്കുന്ന രീതിയിലാണ് അവന് കാണാനായിട്ട് സാധിച്ചത്. ഒരുപാട് നേരം അച്ഛനെ വിളിച്ചതിനെ തുടർന്ന് അച്ഛന്റെ ബോധം ഉണരുകയാണ്. അതിനുശേഷം തനിക്ക് എന്താണ് പറ്റിയെന്ന് മകന്റെ അടുത്ത് ചോദിക്കുകയാണ്. എനിക്കറിയില്ല, അച്ഛൻ ഇവിടെ കിടക്കുകയായിരുന്നു ഞാൻ വരുമ്പോഴെന്ന് അവൻ അച്ഛൻ്റെ അടുത്ത് പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റു ഡോക്ടർ ഓടി ഇദ്ദേഹത്തിനടുത്ത് വരികയും നമ്മളുടെ ഡോക്ടർ സ്റ്റോമിന് എന്തോ പറ്റിയിരിക്കുന്നു, അദ്ദേഹം ഇപ്പോൾ മരിച്ചു കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുകയാണ്. അതുമാത്രമല്ല നമ്മുടെ ലാബ് തന്നെ ആരോ തല്ലി തകർത്തിരിക്കുകയാണ്, നമ്മളുടെ പുതിയ കണ്ടുപിടുത്തമായിട്ടുള്ള സ്യൂട്ട് ഒന്നും തന്നെ കാണാനില്ല എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ഓസ്ബോണിന് ഒരുപാട് ടെൻഷനും അതുപോലെ തന്നെ പരിഭ്രാന്തിയും ആവുകയാണ്. അതിനുശേഷം അദ്ദേഹം അതെല്ലാം തന്നെ ചെന്ന് കാണുകയും അന്വേഷിക്കുകയും ചെയ്യാൻ തുടങ്ങുകയാണ്. അടുത്ത സീൻ വീണ്ടും കാണിക്കുന്നത് നമ്മുടെ കഥാനായകനായിട്ടുള്ള പീറ്ററിനെയാണ്. പീറ്റർ ഇപ്പോൾ അവിടെ കോളേജ് കഫറ്റേരിയയിൽ ഇരുന്ന് നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് മേരി ജെയിൻ അവളുടെ ഫുഡുമായി കടന്നു പോകുന്നത്. പെട്ടെന്ന് അവളുണ്ടായിരുന്നൊരു വെള്ളത്തിൽ ചവിട്ടി അവൾ വീഴാൻ പോകുന്നത് സെൻസ് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ ഞൊടിയിടയിൽ നമ്മുടെ പീറ്റർ ആവട്ടെ അവളെ ക്യാച്ച് ചെയ്യുകയും അതുപോലെ തന്നെ അവളുടെ ആ ഒരു ഭക്ഷണം കൊണ്ടുവന്ന ട്രേയും അതുപോലെ തന്നെ ഒരു ഭക്ഷണം പോലും മിസ്സാവാതെ ആ ഒരു ട്രേയിൽ തന്നെ അവൻ ക്യാച്ച് ചെയ്ത് അവൾക്ക് തിരികെ സമ്മാനിക്കുകയും ചെയ്യുകയാണ്. ഇത് കണ്ട് അവൾ വളരെയധികം അത്ഭുതപ്പെടുകയാണ്. പീറ്റർ, നിനക്ക് ഇത്രയധികം ശക്തിയും പവറും എവിടുന്ന് ലഭിച്ചു എന്ന് വളരെയധികം ആകാംക്ഷയോടെ മേരി ചോദിക്കുകയാണ്. ഇതൊക്കെ എന്താ വെറും സിമ്പിൾ അല്ലേ എന്ന് പറഞ്ഞിട്ട് അവളെ അവിടുന്ന് മടക്കി അയക്കുന്നു.
പിന്നീട് പീറ്റർ ആവട്ടെ അവന്റെ കൈ പരിശോധിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിൽ നിന്ന് നെറ്റ് പുറപ്പെടുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു ഫുഡ് ട്രേയിൽ അവന്റെ ആ ഒരു നെറ്റ് ഉടക്കുകയും ചെയ്യുകയാണ്. പിന്നീട് ആവട്ടെ അവൻ ആ ഒരു നെറ്റ് തിരികെ വലിക്കുന്ന സമയത്ത് ആ ഒരു ട്രേ തെറിച്ചു പോവുകയും അവിടെ ഉണ്ടായിരുന്ന ആ ഒരു നോട്ടി ബോയ് ആയിട്ടുള്ള നമ്മുടെ ഫ്ലാഷിന്റെ ബോഡിയിൽ കൊള്ളുകയും ചെയ്യുകയാണ്. ഇത് കണ്ട് നമ്മുടെ പീറ്റർ ആവട്ടെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി മറ്റൊരിടത്തേക്ക് പോവുകയാണ്. എന്നാൽ അവന്റെ കയ്യിൽ ഇപ്പോഴും ആ ഒരു ട്രേ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ട നമ്മുടെ ഫ്ലാഷിന് ഇത് നമ്മുടെ പീറ്റർ തന്നെയാണ് ചെയ്തതെന്ന് മനസ്സിലാവുകയാണ്. അതിനെ തുടർന്ന് ഫ്ലാഷ് ആവട്ടെ പീറ്ററിനെ ഫോളോ ചെയ്യുകയാണ്. ഫ്ലാഷിന്റെ ഇപ്പോഴത്തെ കോലം കണ്ട് അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ അവനെ കളിയാക്കി ചിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് അവന് വളരെയധികം ദേഷ്യം വരികയാണ്. ഒരു ഞാഞ്ഞൂറ് പോലത്തെ പയ്യൻ എന്നെ ഇൻസൾട്ട് ചെയ്തിരിക്കുന്നു എന്ന് തോന്നുകയും എങ്ങനെയെങ്കിലും പീറ്ററിനെ ഇടിച്ച് തകർക്കണമെന്ന് ഉറപ്പിച്ചിട്ട് പീറ്ററിനെ ലക്ഷ്യമാക്കി അവനും പോവാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് ഫ്ലാഷ് ആവട്ടെ പീറ്ററിന്റെ പുറകിൽ വരികയും പീറ്ററിനെ ഇടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയാണ്. ആദ്യത്തെ ആ ഒരു പഞ്ചിൽ നിന്ന് വളരെ വിദഗ്ധമായിട്ട് പീറ്റർ ഒഴിഞ്ഞു മാറുകയാണ്. അതിനുശേഷം പീറ്റർ ചോദിക്കുകയാണ്, എന്താണ് ഫ്ലാഷ്, നീ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. നീയല്ലേ തുടങ്ങി വെച്ചത്, അതുകൊണ്ട് നമുക്ക് ഫൈറ്റ് ചെയ്ത് തന്നെ തീർക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്ലാഷ് വീണ്ടും നമ്മുടെ പീറ്ററിനെ ഇടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. ഫ്ലാഷ്, ദൈവത്തെ ഓർത്ത് എന്നോട് ക്ഷമിക്കണം, എനിക്ക് അറിയാതെ പറ്റിയതാണ്, ഞാൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് നിന്നെ ഉപദ്രവിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഫ്ലാഷ് ഇതൊന്നും തന്നെ മൈൻഡ് ചെയ്യാതെ വീണ്ടും നമ്മുടെ പീറ്ററിനെ ഇടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പീറ്റർ അവിടെ വളരെ ലാഘവത്തോടെ അവന്റെ എല്ലാ പഞ്ചിൽ നിന്നും ഒഴിഞ്ഞ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട മേരി ജെയിൻ ആവട്ടെ അവിടെ കൂടെ നിന്ന ആൾക്കാരോട് അവരെ രക്ഷിക്കാനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ആരും തന്നെ അതൊന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. പീറ്റർ ആവട്ടെ ഫ്ലാഷിന്റെ ഇത്തരത്തിലുള്ള വെപ്രാളമൊക്കെ കണ്ടിട്ട് അവന്റെ കൈ പതിയെ ഒന്ന് പിടിക്കുകയാണ്. എന്നാൽ ഫ്ലാഷിന് അവിടെ കൈ വേദന എടുത്തുകൊണ്ട് പുളയുകയാണ്. അതിനുശേഷം പീറ്റർ അവന് ചെറുതായിട്ടൊരു ഇടി വെച്ച് കൊടുക്കുകയാണ്. ആ ഇടിയിൽ നമ്മുടെ ഫ്ലാഷ് ആവട്ടെ അങ്ങോട്ടേക്ക് തെറിച്ചു പോയി വീഴുകയാണ്. പിന്നീട് പീറ്ററിന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഓടി പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക് ഓടുകയാണ്. പിന്നീട് ആവട്ടെ വിജനമായ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവൻ എന്തൊക്കെയോ ബോഡിയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അതെന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ ശ്രമിക്കുകയാണ്. അടുത്തു കണ്ട ആ ഒരു ബിൽഡിങ്ങിൽ ഒന്ന് കയറി നോക്കിയാലോ എന്നാണ് നമ്മുടെ പീറ്റർ ഇപ്പോൾ ചിന്തിക്കുന്നത്. അവന്റെ കൈകളിലേക്ക് നോക്കുമ്പോൾ ചിലന്തിയുടെ പോലെ തന്നെ എന്തോ ഒരു തരത്തിലുള്ള നാരുകൾ പൊങ്ങി വരുന്നതായിട്ട് അവന് കാണാൻ സാധിക്കുകയാണ്. പിന്നീട് അവൻ ഉടൻ തന്നെ അവന്റെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഭിത്തിയില് 8 കാല് കയറുന്നത് പോലെ തന്നെ കയറാൻ തുടങ്ങി. അവൻ ഇപ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ്. പിന്നീട് ആവട്ടെ ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ വളരെ സന്തോഷത്തോടെ ആർത്തുല്ലസിച്ച് അവനിപ്പോൾ വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓടി വലിയൊരു ബിൽഡിങ്ങിന് മുൻപിലെത്തിയതിനു ശേഷം അവനിപ്പോ അവന്റെ കയ്യിലേക്ക് വീണ്ടും ഒന്നുകൂടെ നോക്കുകയാണ്. കാരണം പീറ്റർ ഇപ്പൊ നിൽക്കുന്ന ബിൽഡിങ്ങിൽ നിന്ന് അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. അതൊരൊറ്റ ചാട്ടത്തിൽ അവൻ എത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ തന്റെ കയ്യിൽ നിന്നും പുറപ്പെടുന്ന ആ ഒരു നെറ്റിന്റെ സഹായത്താൽ അവന് പോകാൻ കഴിയുമെന്ന് മനസ്സിലായി. അതിനെ തുടർന്ന് ആ ഒരു നെറ്റ് എങ്ങനെയെങ്കിലും പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് നമ്മുടെ പീറ്റർ ഇവിടെ. അതിനുവേണ്ടി അവൻ കൈ കൊണ്ട് ഒരുപാട് കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ വില പോകുന്നില്ല. ആ ഒരു നെറ്റ് പുറത്തേക്ക് വരുന്നതേ ഇല്ല. അതിനിടയിൽ അവൻ ചില മന്ത്രങ്ങൾ കൂടെ ജപിക്കുന്നുണ്ട്. ഒരുപാട് ശ്രമത്തിനൊടുവിൽ ഒരു തവണ ആ ഒരു നെറ്റ് പുറപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോഴവന് അതെങ്ങനെയാണ് പുറപ്പെടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. അതിനുശേഷം അതേ ആക്ഷനിൽ അവൻ കൈവെക്കുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് ഒരു നെറ്റ് തെറിച്ചു പോയിട്ട് അടുത്തുള്ള ആ ഒരു ബിൽഡിങ്ങിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പിന്നീട് വീണ്ടും ആ ഒരു നെറ്റ് പുറപ്പെടുവിക്കുകയും ആ നെറ്റിൽ തന്നെ തൂങ്ങി പിടിച്ചിട്ട് അടുത്തുള്ള ആ ഒരു ബിൽഡിങ്ങിലേക്ക് എത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ട് തന്നെ അവന്റെ പ്ലാനുകളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ഫ്ലെക്സും കീറി അവൻ ചുമരിലിടിച്ച് നിലത്ത് വീഴുകയാണ്. ഈ സാഹസിക യാത്രയ്ക്കെല്ലാം തന്നെ ഒടുവില് പീറ്റർ ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. സമയം ഇപ്പോൾ സന്ധ്യയായിരിക്കുന്നു. പീറ്ററിന്റെ അങ്കിളും അതുപോലെ തന്നെ ആന്റിയും അവനടുത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അതനുസരിച്ച് അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം പീറ്റർ ആ ഒരു വേസ്റ്റ് കളയാൻ വേണ്ടി വീടിന്റെ പുറത്തേക്ക് കടന്നു വരികയാണ്. ഈ സമയത്താണ് അവന്റെ മനസ്സിൽ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം അവന് കാണാനിടയാവുന്നത്. അതായത് അവന്റെ അയൽക്കാരി അവന് ഒരുപാട് ഇഷ്ടമുള്ള മേരിയെ അവളുടെ അച്ഛൻ ഒരുപാട് വഴക്കു പറയുകയാണ്. പിന്നീട് അവളും ആ ഒരു വീടിന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അവർ രണ്ടുപേരും ഇപ്പോൾ പരസ്പരം കണ്ടുമുട്ടുകയാണ്. അതിനുശേഷം ആവട്ടെ അവരിപ്പോൾ പരസ്പരം സംസാരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. മേരി ചോദിക്കുകയാണ്, എനിക്കിത് രാവിലെ കണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, നിനക്ക് എവിടുന്നാണ് ഇത്രയും പവറും അതുപോലെ തന്നെ ഇത്രയും ശക്തിയൊക്കെ ലഭിച്ചതെന്ന് ചോദിക്കുകയാണ്. അതൊന്നും എനിക്കറിയില്ല, എങ്ങനെയൊക്കെ ഇത്തരത്തിലുള്ള പവറുകളൊക്കെ എന്നിലേക്ക് വന്നു, അതിലൂടെ ഞാനിപ്പോൾ വളരെയധികം സന്തോഷവാനാണെന്നൊക്കെ അവനിപ്പോ പറയുകയാണ്. പിന്നീട് അവർ ഒരുപാട് നേരം അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയും ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുകയാണ്. നിനക്ക് ഭാവിയിൽ എന്തായി തീരാനാണ് ആഗ്രഹമെന്ന് മേരി ജെയിൻ ഇപ്പം നമ്മുടെ പീറ്ററിന്റെ അടുത്ത് ചോദിക്കുകയാണ്.
എനിക്ക് ടൗണിൽ പോകണം, അവിടുന്ന് ഒരുപാട് കാശ് സമ്പാദിച്ചിട്ട് എനിക്ക് കൂടുതൽ പഠിക്കണം, അതാണ് എന്റെ ആഗ്രഹമെന്ന് പീറ്റർ ഇപ്പോൾ മറുപടി പറയുകയാണ്. അതിരിക്കട്ടെ, നിനക്ക് എന്താണ് നിന്റെ ഭാവിയിലെ ആഗ്രഹമെന്ന് മേരിയോട് തിരിച്ചു ചോദിക്കുകയാണ് പീറ്റർ ഇവിടെ. ഇത് കേട്ട് മേരി പറയുകയാണ്, എനിക്ക് നല്ലൊരു ഡ്രാമയിൽ അഭിനയിക്കണം, അതിനുശേഷം നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്ന ഇടയിൽ തന്നെ മേരിയുടെ ഇപ്പോഴത്തെ കാമുകനായിട്ടുള്ള ഒരാള് അങ്ങോട്ടേക്ക് ഒരു പുതിയ കാറിൽ കടന്നു വരികയാണ്. മേരി വേഗം വരൂ, ഞാൻ പുതിയ കാർ എടുത്ത് നമുക്ക് കറങ്ങാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോ അവളെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ മേരി ആവട്ടെ ഒരുപാട് സന്തോഷത്തോടു കൂടെ അവന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. ഇത് കണ്ട് വളരെയധികം വിഷമമാവുകയാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള പീറ്ററിന് ഇവിടെ. എനിക്കും ഒരു കാർ വാങ്ങണം, ഇതുപോലെ ഒരു അടിപൊളി കാർ ഉണ്ടെങ്കിൽ അവൾക്ക് എന്നെയും ഒരുപാട് ഇഷ്ടമാവും, മാത്രമല്ല അവളെ കൊണ്ട് എനിക്കും ഒരുപാട് സ്ഥലത്ത് കറങ്ങാൻ പോകാനായിട്ടൊക്കെ സാധിക്കും. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള പീറ്റർ ഇവിടെ. അവൻ ഒരുപാട് ന്യൂസ് പേപ്പറിൽ കാറുകളെ കുറിച്ചുള്ള അഡ്വർടൈസ്മെന്റ് ഒക്കെ നോക്കുകയും അതിനുശേഷം തനിക്കിപ്പോൾ ഈ ഒരു സൂപ്പർ പവർ ഉപയോഗിച്ചുകൊണ്ട് അതിനുള്ള ഏർണിങ്സ് കണ്ടെത്താനും അവനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവന്റെ ഇപ്പോഴത്തെ ആ ഒരു പവർ അതിനെ എങ്ങനെയെങ്കിലും എൻഹാൻസ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ഒരുപാട് തരത്തിൽ ആ ഒരു നെറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. ഈ റൂമിലെ ബഹളങ്ങളെല്ലാം കേട്ടുകൊണ്ട് അവന്റെ ആന്റി ഉടൻ തന്നെ റൂമിലേക്ക് കയറി വരികയാണ്. പീറ്റർ, എന്താണ് ഇവിടെ കുറെ നേരമായിട്ട് ബഹളമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, അത് ആന്റി ഞാനിവിടെ കുറച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്യാണ്, അതിന്റെ ബഹളമൊക്കെയാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആന്റി അവൻ മടക്കി അയക്കുകയാണ്. അടുത്ത സീനിലാവട്ടെ ഓസ്ബോണിനെയാണ് കാണിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ വളരെയധികം ടെൻഷനിലാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ വീടിന് ചുറ്റും നിന്നും ആരൊക്കെ അട്ടഹസിക്കുന്നത് പോലെയൊക്കെ അദ്ദേഹത്തിന് ഇപ്പൊ തോന്നുകയാണ്. അതുമാത്രമല്ല അദ്ദേഹത്തിന് ഇപ്പൊ ഏറ്റവും വലിയ സങ്കടം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത്രയും വലിയ ബിസിനസ് ഇപ്പോൾ ഒന്നൊന്നായി കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ ബിസിനസ് ഇപ്പോൾ വളരെയധികം നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഓർത്തിട്ട് അദ്ദേഹത്തിന് വളരെയധികം ടെൻഷൻ ആവുകയാണ്. പിന്നീട് വീണ്ടും പീറ്ററിന്റെ വീടാണ് കാണിക്കുന്നത്. അവന്റെ അങ്കിൾ ഇപ്പൊ അവിടെ എന്തൊക്കെയോ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പീറ്ററിന്റെ ആന്റിയും അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. പീറ്ററിന്റെ സ്വഭാവത്തിൽ ഈയിടെയായിട്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ ഞാൻ കാണുന്നുണ്ട്. നിനക്ക് അങ്ങനെ തോന്നിയോ? ശരിയാണ്, എനിക്കും അതുപോലെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവന്റെ പെരുമാറ്റത്തിൽ വ്യത്യാസമുള്ളതായിട്ട് തോന്നിയെന്ന് പീറ്ററിന്റെ അങ്കിളിന്റെ അടുത്ത് ആന്റി ഇവിടെ മറുപടി പറയുകയാണ്. എന്തായാലും അവനോട് ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്, അവന്റെ മാറ്റങ്ങളുടെ കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചു മനസ്സിലാക്കുമെന്ന് അങ്കിള് ആന്റിയുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം പീറ്ററിനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പുറത്തേക്ക് പോവുകയാണ്. അതിനുശേഷം പീറ്ററിനെ ഒരു പ്രത്യേക സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് പീറ്റർ ഒരു 5 മിനിറ്റ് ഇരിക്കാമോ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് അവന്റെ അടുത്ത് അങ്കിൾ പറയുകയാണ്. അങ്കിൾ, അത് ഞാനൊരല്പം ബിസി ആയിരുന്നു, നമുക്ക് പിന്നീട് സംസാരിച്ചാൽ മതിയോ? എനിക്കൊരു കുറച്ച് കഴിഞ്ഞ് നിന്നോട് സംസാരിക്കാനുണ്ട്, അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുകയാണ്. പീറ്റർ ഇപ്പോൾ ചില പ്രത്യേക ലക്ഷ്യങ്ങളുടെ പിന്നാലെയാണ്. എങ്കിലും അങ്കിൾ ഇത്രയൊക്കെ പറയുമ്പോൾ അത് കേൾക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് കരുതിയിട്ട് പീറ്റർ ആ കാറിൽ തന്നെ ഇരിക്കുകയാണ്. മോനെ പീറ്റർ, നിന്റെ ഈടെയായിട്ടുള്ള സ്വഭാവത്തിൽ എന്തൊക്കെയോ ചില മാറ്റങ്ങളുണ്ട്. നീ കഴിഞ്ഞ ദിവസം കോളേജിൽ വെച്ച് തല്ലുണ്ടാക്കിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അതൊക്കെ വളരെ മോശമാണ്. നീ ഇപ്പോൾ നിന്റെ യൗവന കാലഘട്ടത്തിലാണ്. ഈ ഒരു സമയത്താണ് വളരെ നിർണായകമായ തീരുമാനങ്ങളെല്ലാം തന്നെ നിന്റെ ലൈഫിൽ എടുക്കാൻ പറ്റിയ സമയം. അതുകൊണ്ട് തന്നെ അത് വളരെയധികം സൂക്ഷിച്ചു വേണം നീ എടുക്കാനായിട്ടെന്ന് കൂടെ അങ്കിൾ ഇവിടെ അവനെ ഉപദേശിക്കുകയാണ്. അപ്പൊ അങ്കിൾ പറയുന്നത്, ആരെന്നെ തല്ലിയാലും ഞാൻ അതൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കണമെന്ന് മാത്രമാണോ? അങ്ങനെയല്ല, നിന്റെ തീരുമാനങ്ങളും അതുപോലെ തന്നെ നിന്റെ പ്രവൃത്തിയും കുറച്ചുകൂടെ അച്ചടക്കമുള്ളതാക്കി മാറ്റണം. എങ്കിൽ മാത്രമേ നല്ലൊരു കുട്ടിയായിട്ട് നിനക്ക് വളരാൻ സാധിക്കുള്ളൂ എന്നൊക്കെ അങ്കിൾ ഇപ്പൊ അവനെ ഉപദേശിക്കുകയാണ്. നിനക്കൊരു എക്സ്ട്രാ പവർ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു ശക്തി ലഭിക്കുകയാണെങ്കിൽ അത് പോസിറ്റീവായ രീതിയിൽ വേണം ഉപയോഗിക്കാൻ. മാത്രമല്ല അതിലൂടെ നിന്റെ ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് കൂടുകയും ചെയ്യുമെന്ന് കൂടെ അവന്റെ അങ്കിൾ അവനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് പീറ്ററിന് ഇവിടെ വളരെയധികം ദേഷ്യം വരികയാണ്. അവൻ അതൊന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു നീരസ് അവൻ അത് പൂർണ്ണമായിട്ടും അങ്കിളിന്റെ അടുത്ത് പ്രകടിപ്പിക്കുകയാണ്. നിങ്ങൾ എന്റെ അങ്കിളാണ്, അല്ലാതെ എന്റെ അച്ഛനല്ല. അച്ഛനാവാൻ നോക്കേണ്ട കാര്യവുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ആ കാറിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഇത് കേട്ടതിന് ശേഷം അവന്റെ അങ്കിളിന് ഒരുപാട് വിഷമമാവുകയാണ്. താൻ പറഞ്ഞത് ഒരല്പം കടന്ന കൈയായി പോയി, അത്രയ്ക്ക് പറയേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് നമ്മുടെ പീറ്ററിനും തോന്നുകയാണ്. അവന്റെ മനസ്സിൽ ഇപ്പോൾ വലിയൊരു കുറ്റബോധം ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. അത് ഓർത്തിട്ട് അവൻ എപ്പോഴും തന്നെ വിഷമമാവുകയാണ്. സമയം രാത്രിയായിരിക്കുന്നു. അവൻ അടുത്തുള്ള ഒരു റെസ്ലിംഗ് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു റിംഗിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ഒരു വ്യക്തിയെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച് 3 മിനിറ്റ് ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വലിയൊരു തുക തന്നെ സമ്മാനമായിട്ട് നേടാൻ സാധിക്കും. ഇതെല്ലാം കണ്ടു ബോധ്യപ്പെട്ട നമ്മുടെ സ്പൈഡർമാൻ ആവട്ടെ അവിടെ കുറച്ച് രജിസ്ട്രേഷൻ ഫീസ് ഒക്കെ അടച്ചതിന് ശേഷം അവൻ ആ ഒരു മത്സരത്തിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം അവൻ തന്നെ സ്വന്തമായി ഡിസൈൻ ചെയ്ത ഒരു കൂതറ സ്പൈഡർമാന്റെ ഒരു വേഷമൊക്കെ ഇട്ടിട്ടാണ് അവൻ ആ റിംഗിലേക്ക് കടന്നു വരുന്നത്. അവിടുത്തെ റെഫറി അവനോട് പേര് ചോദിച്ചപ്പോൾ പറയാണ്, ഐ ആം ഹ്യൂമൻ സ്പൈഡർ. ഇത് കഴിഞ്ഞിട്ട് ഈ പേര് കേൾക്കാൻ ഒരു വെയിറ്റ് ഇല്ലല്ലോ, നിനക്ക് ഞാനൊരു പേരിടാം, സ്പൈഡർമാൻ. യെസ്, അടുത്തതായിട്ട് റിംഗിലേക്ക് വരാൻ പോകുന്നത് സാക്ഷാൽ സ്പൈഡർമാൻ. അവിടെ അനൗൺസ്മെന്റ് മുഴങ്ങുകയാണ്. ഇപ്പൊ നമ്മുടെ സ്പൈഡർമാൻ ആവട്ടെ ആ ഒരു റിംഗിലേക്ക് പതിയെ കയറി വരികയാണ്. അവിടെ എല്ലാം തന്നെ ഉടൻ തന്നെ ലോക്ക് ആവാൻ തുടങ്ങുകയും ജനങ്ങൾ അവിടെ ആരവം മുഴക്കുകയും ചെയ്യുകയാണ്. ആരവം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
അവന്റെ മുൻപിൽ ഇപ്പൊ നിൽക്കുന്നത് ഒരു ആചാരഭാവമായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തെ കണ്ടിട്ട് അവന് ചെറിയ പേടിയൊക്കെ ആവുന്നുണ്ടെങ്കിലും അവൻ അദ്ദേഹത്തിന്റെ എല്ലാ ഫൈറ്റിൽ നിന്നും വളരെ തന്ത്രപരമായി തന്നെ ഒഴിഞ്ഞു മാറുകയും ആ ഒരു റിങ്ങിന്റെ മുകളിലേക്ക് കയറി പോവുകയും ചെയ്യുകയാണ്. എന്നാൽ പിന്നീട് കഥ അവിടെ കീഴ്മേൽ മറിയുകയാണ്. ആ ഒരു ആചാനുബാഹു നമ്മുടെ പീറ്ററിനെ പിടിച്ച് കാലെ പിടിച്ച് 5-6 അലക്ക് വെച്ച് കൊടുക്കുകയാണ്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു കസാര ഉപയോഗിച്ച് അവന്റെ തലയ്ക്കും പുറത്തിനിട്ടൊക്കെ നല്ല രീതിയിൽ അടിക്കുകയാണ്. പാവം പീറ്റർ, അവനൊന്നും തന്നെ ചെയ്യാനാവുന്നില്ല. പുറത്തുനിന്ന് എല്ലാവരും തന്നെ വലിയ ഒച്ചയിൽ ആരവം മുഴക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കുറെ നേരം അവന്റെ അടി സഹിച്ചതിന് ശേഷം പീറ്റർ അവന്റെ കാല് വെച്ചിട്ട് ആ ഒരു ആചാനുബാഹുവിനിട്ട് ഒരു ഒറ്റ തൊഴി വെച്ച് കൊടുക്കുകയാണ്. പിന്നീട് മർമ്മത്തിനിട്ട് ഒരു കീച്ച് കൊടുക്കുന്നു. പിന്നെ അവന്റെ കാല് വെച്ച് മാത്രമാണ് അവൻ അയാളെ ഫൈറ്റ് ചെയ്യുന്നത്. വളരെ ലാഘവത്തോടു കൂടെ ആ ഒരു ഭീമാകാരനായ മനുഷ്യനെ അവന്റെ കാലുകൾ ഉപയോഗിച്ച് തന്നെ എടുത്തെറിയുന്നു. വളരെ സുലഭമായിട്ട് അവനിപ്പോ ആ ഒരു മത്സരം വിജയിക്കുകയാണ്. അതിലൂടെ തന്നെ പീറ്ററിന് $3000 കരസ്ഥമാക്കാനായിട്ടും സാധിക്കുകയാണ്. ജനങ്ങളെല്ലാം തന്നെ വളരെ അത്ഭുതത്തോടു കൂടിയാണ് പീറ്ററിനെ നോക്കിക്കാണുന്നത്. പീറ്ററിനെ അവിടെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതിനുശേഷം ഒരുപാട് സന്തോഷത്തോടെ പീറ്റർ ആ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസറിനെ എടുത്ത് ക്യാഷ് വാങ്ങാനായിട്ട് പോവുകയാണ്. അദ്ദേഹം വെറും $200 കൊടുത്തതിന് ശേഷം പീറ്ററിന്റെ അടുത്ത് പറയുകയാണ്, ഇതും വാങ്ങി സ്ഥലം വിട്ടോ, കൂടുതൽ ഇവിടെ നിന്ന് ചൊറിയാൻ നിന്നിട്ടുണ്ടെങ്കിൽ നീ നല്ല പെട വാങ്ങിക്കുമെന്ന് പറയുകയാണ്. ഇതെങ്ങനെ ശരിയാവും? നിങ്ങൾ പറഞ്ഞത് $3000 തരാമെന്നല്ലേ? ഇത് വെറും $200 അല്ലേ ഉള്ളൂ. ഇത് ചതിയാണ്, എനിക്ക് 3000 തന്നെ വേണമെന്ന് പീറ്റർ വീണ്ടും പറയുകയാണ്. ഇത് കേട്ടിട്ട് ആ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ അവനെ വീണ്ടും ഭീഷണിപ്പെടുത്തുകയാണ്. വളരെയധികം സങ്കടത്തോടു കൂടെ അവന് കിട്ടിയ തുകയുമായിട്ട് അവൻ പുറത്തേക്ക് കിടക്കുകയാണ്. ഈ സമയത്ത് തന്നെ ഒരു കള്ളൻ ആ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസറിന്റെ റൂമിലേക്ക് കടന്നു ചെല്ലുകയും തോക്ക് കാണിച്ച് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി ബാക്കിയുണ്ടായിരുന്ന പണവുമായിട്ട് അവിടുന്ന് കടന്നു കളയാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഓടി വന്നിട്ട് ആ ഒരു കള്ളൻ ലിഫ്റ്റിലേക്ക് കയറുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ പീറ്റർ. ഇവിടെ ഒരു തടിയൻ പോലീസുകാരൻ അവനെ പിടിക്കൂ, അവൻ കള്ളനാണെന്ന് പറഞ്ഞ് പുറകെ ഓടുന്നുണ്ടെങ്കിലും പീറ്റർ ഒന്നും തന്നെ ചെയ്യാതെ അനങ്ങാതെ നിൽക്കുകയാണ്. പിന്നീട് ആ പ്രോഗ്രാം പ്രൊഡ്യൂസർ വന്നിട്ട് പീറ്ററിന്റെ അടുത്ത്, നീ എന്തുകൊണ്ടാണ് അവനെ പിടിക്കാതിരുന്നത്, അവനൊരു കള്ളനല്ലേ, നീ ഇത് കണ്ടില്ലേ ചോദിക്കുകയാണ്. അപ്പൊ പറയുകയാണ്, എനിക്കതിന്റെ ആവശ്യമില്ല, ഇത് നിങ്ങളുടെ കടമയാണ്, കള്ളനെ പിടിക്കാനൊന്നും അല്ല ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, നിങ്ങളുടെ പണം സംരക്ഷിക്കേണ്ട നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞിട്ട് പീറ്റർ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പിന്നീട് പീറ്റർ റോഡിൽ കൂടെ നടക്കുമ്പോഴാണ് അവിടെയുള്ള ഒരു സംഭവം കാണാനിടയാവുന്നത്. അതായത് ഒരു വൃദ്ധ അദ്ദേഹത്തിന്റെ കാർ മോഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ചില കള്ളന്മാര് അദ്ദേഹത്തിനെ ആക്രമിച്ചിട്ട് കടന്നു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പീറ്റർ ആ ഒരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലുകയും അദ്ദേഹത്തെ കാണുകയും ചെയ്യുകയാണ്. ആ ഒരു കാഴ്ച കണ്ട് അവൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ആ ഒരു വൃദ്ധൻ മറ്റാരുമായിരുന്നില്ല, അവൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന അവന്റെ അങ്കിൾ തന്നെയായിരുന്നു. അവൻ ഓടിച്ചെന്ന് അങ്കിളിനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്കിൾ പീറ്ററിനെ കണ്ട ഉടൻ തന്നെ പീറ്റർ പീറ്റർ എന്ന് 1-2 തവണ പറയുകയും അതിനുശേഷം മരിച്ചു പോവുകയും ചെയ്യുകയാണ്. പീറ്റർ ഇവിടെ ഒരുപാട് വിഷമമാവുകയാണ്. എങ്ങനെയെങ്കിലും ഇതിന് കാരണക്കാരായ ആൾക്കാരെ പിടിച്ചേ തീരുകയുള്ളൂ എന്നുള്ള ഒരു ദൃഢമായ പ്രതിജ്ഞ കൂടെ അവൻ അവിടെ കൈക്കൊള്ളുകയാണ്. ഈ സമയത്താണ് അവിടെ ചില പോലീസുകാർ പറയുന്നത് കേൾക്കുന്നത്. അതായത് ആ ഒരു റോബേഴ്സിനെ പോലീസ് ഫോളോ ചെയ്യുന്നുണ്ടെന്നും അവരിപ്പോൾ സിറ്റിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നും അവനിപ്പോൾ കേൾക്കാനിടയാവുന്നു. ഒട്ടും തന്നെ സമയം വൈകാതെ എല്ലാ ബിൽഡിങ്ങിന്റെ മുകളിൽ കൂടെയും ചാടി ഇരുട്ടത്തു കൂടെയും അവനിപ്പോ അവരെ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഒരുപാട് നേരത്തെ പ്രയത്നത്തിലൂടെ പീറ്ററിന് ആ ഒരു കള്ളനെ പിടിക്കാനായിട്ട് സാധിച്ചു. ആ കള്ളൻ മോഷ്ടിച്ചത് അവന്റെ അങ്കിളിന്റെ കാർ തന്നെയായിരുന്നു. ആ ഒരു കള്ളനെ പിടിക്കുകയും ഒരു പഴയ ബിൽഡിങ്ങിനകത്തേക്ക് കൊണ്ടുവരികയും പിന്നീട് അവിടെ നല്ല മാസ് ഫൈറ്റ് തന്നെ നടക്കുകയും ചെയ്യുകയാണ്. പീറ്റർ ആ ഒരു കള്ളന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കും അതുപോലെ തന്നെ കത്തിയും എല്ലാം തന്നെ പിടിച്ചു വാങ്ങുകയാണ്. നല്ല ഇടിയും ആ ഒരു കള്ളന് കൊടുക്കുകയാണ്. അവന്റെ മുഖം കാണാൻ വേണ്ടിയിട്ട് അവന്റെ മുഖത്തുണ്ടായിരുന്ന മുഖം വലിച്ചു കീറിയപ്പോൾ കണ്ട കാഴ്ച വളരെയധികം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, അവൻ കുറച്ചു മുൻപ് പങ്കെടുത്ത ആ ഒരു കോമ്പറ്റീഷൻ സ്ഥലത്ത് വന്നിരുന്ന അതേ കള്ളൻ തന്നെയായിരുന്നു അവന്റെ അച്ഛനെ കൊന്നിട്ട് ആ ഒരു കാറുമായിട്ട് കടന്നു കളയാൻ ശ്രമിച്ചത്. ഇത് കണ്ടിട്ട് നമ്മുടെ പീറ്ററിന് ഒരുപാട് ദേഷ്യവും അതുപോലെ തന്നെ ഒരുപാട് വിഷമവും വരികയാണ്. പീറ്ററിന് ഇപ്പൊ ദേഷ്യമോ പകയോ ഒന്നുമല്ല, വലിയൊരു കുറ്റബോധമാണ് അവന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. അതായത് മറ്റൊരുവനോട് പക വീട്ടുന്നതിനിടയിൽ തനിക്ക് നഷ്ടമായത് തന്റെ അങ്കിളായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ അവനിപ്പോ വളരെയധികം വിഷമമാവുകയാണ്. ഈ ഒരു സമയത്ത് ഉടൻ തന്നെ ആ ഒരു കള്ളൻ അവിടെ കിടന്ന ഗണ്ണ് എടുത്തിട്ട് നമ്മുടെ പീറ്റർ നേരെ പോയിന്റ് ചെയ്യുകയാണ്. ഉടൻ തന്നെ തന്റെ സങ്കടവും വിഷമവും എല്ലാം കൂടെ കൂടി ചേർന്ന് പീറ്റർ ഇപ്പോൾ ആ ഒരു ഗണ്ണ് തന്നെ തട്ടിത്തെറിപ്പിക്കുകയും ആ ഒരു കള്ളനെ നല്ല രീതിയിൽ അടിച്ച് തൂഫാനാക്കുകയും ചെയ്യുകയാണ്. ഒടുവിലായിട്ട് ആ ഒരു കള്ളനെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിടുകയാണ്. ആ ഒരു കള്ളൻ ഇപ്പോൾ മരിച്ചു പോയിരിക്കുന്നു. പോലീസുകാരും അതുപോലെ തന്നെ ആളുകളും ആ ഒരു ബിൽഡിങ്ങിൽ വന്ന് നോക്കിയപ്പോൾ അവിടെ ആരെയും തന്നെ കാണാനായിട്ട് സാധിക്കുന്നില്ല. മരിച്ചു കിടക്കുന്ന കള്ളനെ മാത്രം കാണാൻ വേണ്ടിയിട്ടാണ് അവർക്ക് സാധ്യമായത്. പീറ്റർ പിന്നീട് വീട്ടിലെത്തുകയും ആന്റിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും വളരെ വിഷമത്തോടുകൂടെ ഷെയർ ചെയ്യുകയും ചെയ്യുകയാണ്. ആന്റി ഇതെല്ലാം കേട്ടതിന് ശേഷം തകർന്നു പോവുകയാണ് ഇവിടെ. പിന്നീട് നമ്മുടെ പീറ്ററിനാവട്ടെ അവനും ഇപ്പോൾ വളരെ വലിയൊരു കുറ്റബോധത്തിലാണ് ജീവിക്കുന്നത്. കട്ട് ചെയ്ത് അടുത്തൊരു സീനാണ് കാണിക്കുന്നത്. ആ സീനിലാവട്ടെ ഒരു മിലിറ്ററി ക്യാമ്പാണ് കാണിക്കുന്നത്.
ആ ക്യാമ്പിൽ നമ്മൾ നേരത്തെ കണ്ടിരുന്ന ആ ഒരു ജനറൽ കൂടെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരിപ്പോൾ പ്രത്യേകതരം വാഹനമൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്. ഒരു വ്യക്തി ആ ഒരു മെഷീനിലിരുന്ന് അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് അദ്ദേഹത്തിന് വയർലെസ്സിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് എന്തോ ഒരു അജ്ഞാതനായിട്ടുള്ള വ്യക്തി കടന്നു വരുന്നുണ്ടെന്നും അതുകൊണ്ട് നിങ്ങൾ കുറച്ച് അലേർട്ട് ആയിട്ടിരിക്കാനും അങ്ങോട്ടേക്ക് ഇൻഫർമേഷൻ വരികയാണ്. ഇതേ സമയത്ത് തന്നെ ഗ്ലൈഡറിന്റെ സഹായത്തോടു കൂടെ ആ ഒരു അജ്ഞാത മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കടന്നു വരികയും ആ ഒരു എക്യുപ്മെന്റ് അവിടെ ബോംബിട്ട് നശിപ്പിച്ചു കളയുകയും ചെയ്യുകയാണ്. പിന്നീട് ആ ഒരു അജ്ഞാത മനുഷ്യൻ ആ ഒരു ഗ്ലൈഡറിന്റെ സഹായത്തോടു കൂടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജനങ്ങളെയും തന്നെ നശിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് കയ്യിലുണ്ടായിരുന്ന ഒരു തരത്തിലുള്ള ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ആകമാനം ചാരമാക്കി തീർക്കുകയാണ്. ഈ ഒരു അജ്ഞാത മനുഷ്യൻ ആരാണ്? എങ്ങനെയാണ് ഈ ഒരു ഗ്ലൈഡർ ഇദ്ദേഹത്തിന്റെ കയ്യിൽ എത്തിയത്? ഇനി കഥയുടെ ഗതി എന്താകും? ഇതൊക്കെ അറിയണമെങ്കിൽ ഒരല്പം കൂടി വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. സിനിമയുടെ ലെങ്ത് ഒരല്പം കൂടുതലായതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കഥ അടുത്ത പാർട്ടിൽ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു അജ്ഞാത മനുഷ്യൻ ഭാവിയിൽ ഒരു വില്ലനായി മാറുമോ, ഇതിനെ നേരിടാനായിട്ട് സാക്ഷാൽ നമ്മുടെ സ്പൈഡർമാൻ തന്നെ വരേണ്ടി വരുമോ എന്നൊക്കെ അറിയണമെങ്കിൽ അടുത്ത പാർട്ട് വരെ വെയിറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ. അതിനായിട്ട് എല്ലാ കൂട്ടുകാരും അടുത്ത പാർട്ട് വരെ വെയിറ്റ് ചെയ്യുക. അപ്പൊ അടുത്ത പാർട്ടുമായി കാണും വരെ സ്റ്റേ ട്യൂൺ.